മാനേജേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ MBA Chaser. സോ നമ്മൾ ഇന്ന് നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സീരീസിന്റെ 6ാമത്തെ വീഡിയോയിലോട്ടാണ് ഇന്ന് പോകുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ കയറി എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്യേണ്ടതാണ്. നമ്മൾ ഡെയിലി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ച് ഇടാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. സോ ഇന്ന് നമ്മൾ 2023 കേറ്റിൽ ചോദിച്ചൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്യാം, നിങ്ങൾ ആദ്യം ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കേണ്ടതാണ്. സോ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ദി നമ്പർ ഓഫ് കോയിൻസ് കളക്ടഡ് പെർ വീക്ക് by two coin collectors A and B are in the ratio 3:4. അപ്പോൾ A എന്ന് പറഞ്ഞ കോയിൻ കളക്ടറും B എന്ന് പറഞ്ഞ കോയിൻ കളക്ടറും കൂടിയുള്ള റേഷ്യോ എന്ന് പറയുമ്പോൾ 3:4. എന്തോ തന്നെയാണ് നമ്പർ ഓഫ് കോയിൻ കളക്ടഡ് പെർ വീക്ക്. ഓരോ വീക്കിലും കളക്ട് ചെയ്തത് 3:4 എന്ന റേഷ്യോയിലാണ്. ഇഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് കോയിൻ കളക്ടഡ് ബൈ ദി A in 5 weeks is a multiple of 7. അപ്പം എത്ര വീക്കാണ് അവര് കളക്ട് ചെയ്തത്? അപ്പോഴാണ് 7ന്റെ മൾട്ടിപ്പിൾ ആയത് 5 വീക്ക്. അപ്പം നമ്പർ ഓഫ് വീക്ക് എന്ന് പറയുന്നത് എത്ര? നമ്മളെ 5 ആണ്. 5 then the total number of coin collected by B in 3 weeks is the multiple of 24. അപ്പം 3 വീക്കിലാണ് നമ്മൾ പോയത്. 3 വീക്കിലാണ് നമ്മൾ നമ്പർ ഓഫ് വീക്ക് നമ്മളെ 3 ബിക്ക്. അപ്പോഴ് നമ്മുടെ നമ്പർ ഓഫ് വീക്സ് നമ്പർ ഓഫ് കോയിൻ കളക്ടഡ് പെർ വീക്ക് എന്ന് പറയുന്നത് 3x-ഉം 4x-ഉം അല്ലേ എന്ന് പറയുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്, വിച്ച് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3-ഉം ആണ് 4-ഉം ആണ് അല്ലെ. ആ റേഷ്യോ 3:4 ആണ്. സോ ഞാൻ 3x:4x ഇതിനെ പറ്റി അറിഞ്ഞുകൂടാത്തവർ നമ്മളെ ബേസിക്സ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസിന്റെ. അതിന്റെ വൺ ഷോട്ട് വീഡിയോ ഉണ്ട്, അല്ലാത്ത വീഡിയോസും ഉണ്ട്. സോ ആവശ്യമുള്ളവർക്ക് അത് കയറി കണ്ട് മനസ്സിലാക്കിയിട്ട് ഇതിലോട്ട് വരിക. അപ്പൊ നമ്മള് ടോട്ടൽ എത്ര ആയിരിക്കും? ഓരോ ഈ 5 വീക്കും കളക്ട് ചെയ്ത എത്ര നമ്പർ ഓഫ് കോയിൻസ് ആയിരിക്കും? 15x. അടുത്തത് 3 വീക്കിൽ എത്ര ആയിരിക്കും? 12x3. കാരണം എന്താണ്? 4x3 എത്ര? 12. കാരണം എന്താണ്? ഓരോ വീക്കിലും കളക്ട് ചെയ്ത 4x ആണെങ്കിൽ 3 വീക്കിൽ എത്ര ആയിരിക്കും? 3x4x ആയിരിക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ? വിച്ച് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 7. ഇത് മൾട്ടിപ്പിൾ ഓഫ് 7 ആയിരിക്കണം. മൾട്ടിപ്പിൾ ഓഫ് 7 ഇതെന്തോന്നായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 24 ആയിരിക്കണം. അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? മിനിമം പോസിബിൾ നമ്പർ ഓഫ് ദി കോയിൻ കളക്ടഡ് ബൈ ദി A ഇൻ 1 വീക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സിന്റെ മിനിമം വാല്യൂസ് ആയിരിക്കും എടുക്കേണ്ടത്. 7ന്റെ 15x എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലേ 7ന്റെ മൾട്ടിപ്പിൾ ആവുള്ളൂ? 1 വെച്ച് ചെയ്താൽ പറ്റുമോ? ഇല്ല. 2 വെച്ച് ചെയ്താൽ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളെ മിനിമം വാല്യൂ എത്രയാവണം? എക്സിന്റെ ഇവിടത്തെ കണ്ടീഷനിൽ 7 ആവണം. 15x7 ചെയ്യുമ്പോഴല്ലേ നമ്മളെ മിനിമം വാല്യൂ കിട്ടണത്. അതുപോലെ തന്നെ 24ന്റെ മൾട്ടിപ്പിൾ ആവാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്യണം? × 2 ചെയ്യണം. കാരണം എന്താ? 12x2 എത്ര? 24. അത് മൾട്ടിപ്പിൾ ഓഫ് 24 അല്ലേ? മനസ്സിലായ? അപ്പൊ നമുക്കിപ്പോ എക്സിന്റെ വാല്യൂ ഇവിടെ 7ഉം കിട്ടി, ഇവിടെ 2ഉം കിട്ടി. അങ്ങനെ കിട്ടാൻ പാടുണ്ടോ? അങ്ങനെ കിട്ടാൻ പാടില്ല. നമ്മളെ എക്സിന്റെ വാല്യൂ സെയിം ആയിരിക്കണം. എക്സിന്റെ വാല്യൂ സെയിം ആയിരിക്കണം അല്ലേ? അപ്പൊ നമ്മൾ എന്തോ ചെയ്യും? നമ്മളെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ LCM ഓഫ് 7 and 2 കണ്ടുപിടിക്കണം. അപ്പൊ LCM കണ്ടുപിടിക്കുമ്പോൾ എത്ര എന്ന് കിട്ടോടാ? 14 എന്ന് കിട്ടും. അപ്പൊ നമ്മളെ എക്സിന്റെ വാല്യൂ 14 കിട്ടിയ കാരണം എന്താണ്? അത് 7 വെച്ചും ഡിവിസിബിൾ ആണ്, 2 വെച്ചും 24 വെച്ചും ഡിവിസിബിൾ ആണ്. മൾട്ടിപ്പിൾ ഓഫ് 24 ആണ്. കാരണം LCM ആണ് നമ്മളടുത്ത്. 7ഉം വരും 2ഉം വരും. അപ്പൊ നമ്മളടുത്ത് എന്താണ് ചോദിച്ചിട്ടുള്ളത്? മിനിമം പോസിബിൾ നമ്പർ ഓഫ് കോയിൻ കളക്ടഡ് ബൈ ദി A ഇൻ 1 വീക്ക്. ഒരു വീക്കിൽ എത്ര കോയിൻ കളക്ട് ചെയ്ത്? അപ്പൊ എത്ര എന്ന് പറയും? 3x എന്ന് പറയും. എത്ര? 3x14. അപ്പൊ എത്ര? 30, 12, 42 എന്ന് നമുക്ക് കിട്ടും. സോ നമ്മുടെ മിനിമം പോസിബിൾ നമ്പർ ഓഫ് കോയിൻ കളക്ടഡ് എന്ന് പറയുമ്പോൾ 42 ആണ്. മനസ്സിലായ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കേണ്ടതാണ്.